മലയാളത്തിൻ്റെ സാഹിത്യലോകത്തെ കാരണവർ, കഥാലോകത്തെ തമ്പുരാൻ MD വാസുദേവൻ നായർ കോഴിക്കോട് മാവൂർ ശ്മശാനത്തിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര കർമ്മം നടക്കാൻ പോകുന്നു. അതിനു മുമ്പായി ഗാർഡ് ഓഫ് ഓണർ അദ്ദേഹത്തിന് പൂർണ്ണ ബഹുമതികളോടെയാണ് അദ്ദേഹത്തെ അക്ഷര കേരളം യാത്രയാക്കുന്നത്. നമുക്കറിയാം, മലയാളത്തിന് ജ്ഞാനപീഠം സമ്മാനിച്ച ഭാഷാ സാഹിത്യത്തിൻ്റെ കുലപതി ആയിരുന്നു അദ്ദേഹം. അതുമാത്രമല്ല, ചലച്ചിത്രകാരൻ എന്നുള്ള നിലയിലും തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിലും ഒക്കെ തന്നെ മലയാളികൾക്ക് ചിരപരിചിതമായ നാമമാണ് MD എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ കഥകൾ, നോവലുകൾ ഒക്കെ മലയാള വായനാ ലോകം സമ്പൂർണ്ണമായി ഏറ്റെടുത്ത കൃതികളാണ്. പുസ്തകശാലകളിൽ MDയുടെ പുസ്തകം ചിലവായതിനു ശേഷമേ മറ്റ് പുസ്തകങ്ങൾ പോലും വായനക്കാരിലേക്ക് അല്ലെങ്കിൽ അവർ വാങ്ങുകയുള്ളൂ എന്നുള്ളൊരവസ്ഥ പോലും മലയാള സാഹിത്യ ലോകത്ത് ഈ കാലത്തും നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. അങ്ങനെയുള്ള ഒരു പ്രതിഭാധനനെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. കോഴിക്കോട് മാവൂർ റോഡിലെ ഗ്യാസ് ക്രിമിറ്റോറിയത്തിലാണ് സംസ്കാര കർമ്മം നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം അവിടെ പൂർത്തിയായി. മൃതദേഹം അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഭൗതികദേഹത്തിൽ ഇനിയും അന്ത്യകർമ്മങ്ങൾ ഇനിയും നടക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായി ഗാർഡ് ഓഫ് ഓണറാണ് അദ്ദേഹത്തിന് സർക്കാർ ബഹുമതികളോടെ ആചാരവെടി മുഴക്കിക്കൊണ്ടുള്ള സർക്കാരിൻ്റെ ബഹുമതിയാണ് ഇപ്പോൾ നൽകിയത്. മലയാളത്തിന് ജ്ഞാനപീഠം സമ്മാനിച്ച പത്മഭൂഷൺ MD വാസുദേവൻ നായർ യാത്രയാകുന്നു. അദ്ദേഹത്തിന് വയലാർ അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മഹത് വ്യക്തിത്വമാണ്. തുഞ്ചൻ സ്മാരകത്തിൻ്റെ ചെയർമാനായിരുന്നു അദ്ദേഹം. അത്തരത്തിൽ ഭാഷാപിതാവിൻ്റെ പേരിലുള്ള സ്മാരകത്തിൻ്റെ നേതൃസ്ഥാന പദവിയിൽ ഇരുന്ന അദ്ദേഹം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായിരുന്നു. സാഹിത്യരംഗത്ത് അദ്ദേഹം വിരാജിച്ച ആ മേഖല വളരെ വിപുലവും വിശാലവുമായിരുന്നു. നമുക്കറിയാം, പൗരാണിക ചരിത്ര കഥാപാത്രങ്ങളെ തൻ്റേതായ രീതിയിൽ അതിന് വ്യാഖ്യാനങ്ങൾ നൽകി മലയാളികൾക്ക് പുതിയ പാഠം പകർന്നു നൽകിയ പ്രതിഭയും മലയാളത്തിൻ്റെ സാഹിത്യ ലോകത്തെ എക്കാലത്തെയും മുടിചൂടാ മന്നനെയാണ് ഭാഷാ കേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, വടക്കൻ വീരഗാഥ എന്ന സിനിമയിലൂടെ ചതിയനായ ചന്തുവിനെ, അങ്ങനെയല്ല, ചന്തുവിൻ്റെ കഥ അതല്ല എന്ന് മലയാളികളെ പഠിപ്പിച്ച തിരക്കഥാകൃത്താണ്. ഒരൊറ്റ സിനിമയിലൂടെ നമ്മൾ കാലങ്ങളായി വിശ്വസിച്ചു വന്ന ഒരു കഥയെ അദ്ദേഹം അതിൻ്റെ യാഥാർത്ഥ്യബോധത്തോടുകൂടി മലയാളികൾക്ക് മുമ്പിൽ അദ്ദേഹം വരച്ചു കാട്ടി. ചലച്ചിത്രം മനുഷ്യരിലേക്ക് ഏറ്റവും കൂടുതൽ സംവദിക്കുന്ന ഒരു കലാലോകമെന്നുള്ള നിലയിൽ സിനിമയിലൂടെ യാഥാർത്ഥ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. വടക്കൻ വീരഗാഥ എന്നുള്ള സിനിമയുടെ വിജയവും അതിനെ വേറിട്ട് നിർത്തുന്നതും അങ്ങനെയാണ്. അത് MDയുടെ തിരക്കഥകളിൽ എന്നും ഉയർന്നു നിൽക്കുന്ന, എന്നും പകിട്ടോടെ ഒരു കിരീടപ്രഭയോടെ നിൽക്കുന്ന ചിത്രം തന്നെയാണ് വടക്കൻ വീരഗാഥ. അതുമാത്രമല്ല, എത്രയോ സിനിമകൾ അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ പിറവിയെടുത്തു. പഴശ്ശിരാജ അടക്കമുള്ള സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം നിർമ്മാല്യം അടക്കമുള്ള സിനിമകൾ, ഇരുട്ടിൻ്റെ ആത്മാവ് പോലുള്ള വേറിട്ട കഥകൾ, ഇതെല്ലാം മലയാളികൾക്ക് സിനിമയാക്കി അവതരിപ്പിച്ച് നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകളും മകനുമൊക്കെ അടക്കമുള്ള ആളുകൾ ഈ അന്ത്യകർമ്മത്തിൽ അതിൻ്റെ കാർമ്മികത്വം നടത്താനായി എത്തിയിട്ടുണ്ട്. ഗാർഡ് ഓഫ് ഓണറിന് ശേഷമാണ് അവിടെ ഇപ്പോൾ ഇത് അന്ത്യകർമ്മങ്ങൾ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അനഘ ചേരുന്നു. അനഘ, ഗാർഡ് ഓഫ് ഓണർ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും സാമുദായികപരമായ ചില ചടങ്ങുകൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഗ്യാസ് ക്രിമിറ്റോറിയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം സംസ്കരിക്കുന്നതിനായി അങ്ങോട്ടേക്ക് എടുത്തു വെക്കുന്നത്. അനഘ, ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ദിസ്ന സുരേഷാണ് ചേരുന്നത്. ദിസ്ന, അവിടെ അന്ത്യകർമ്മങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. സാമുദായിക ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഗാർഡ് ഓഫ് ഓണർ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും മൃതദേഹത്തിൽ പുഷ്പാർച്ചന അടക്കമുള്ള കർമ്മങ്ങൾ, ബലികർമ്മങ്ങൾ അടക്കമുള്ള ചെറിയ കർമ്മങ്ങൾ അവിടെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ദിസ്ന, കൂടുതൽ വിവരങ്ങൾ?
വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ എഴുത്തുകാരുടെ യാത്രാമൊഴി ചൊല്ലുകയാണ്. അവസാനത്തെ ആ ചടങ്ങുകൾ, സാമുദായികമായ ചില ചടങ്ങുകൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. മകൾ അടക്കമുള്ള ആളുകൾ, അടുത്ത ബന്ധുക്കളൊക്കെ തന്നെയും ഇവിടെയുണ്ട്. അവർ അവസാനഘട്ട ചടങ്ങുകൾ ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് നാം കാണുന്നത്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരന്, അവരുടെ കുടുംബാംഗങ്ങൾ, ഒരു നാട് മുഴുവൻ യാത്രാമൊഴി നൽകുന്ന ഒരു ദൃശ്യം ഏറെ കരളലിയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. അവസാന ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ തന്നെ ഈ ഗ്യാസ് ചേംബറിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എടുക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. സാമുദായികമായ ചില ചടങ്ങുകളാണ് ഇവരിവിടെ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ മകളടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവസാനഘട്ട ചടങ്ങുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനഘട്ട ചടങ്ങുകളിലേക്ക് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരന്റെ അവസാനഘട്ട ചടങ്ങുകൾ, കുടുംബം ചെയ്തു തീർക്കേണ്ട അവസാനഘട്ട ചടങ്ങുകളിലേക്ക് തന്നെയാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. മന്ത്രിമാരൊക്കെ തന്നെയും ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ സാംസ്കാരിക ലോകത്തെ പ്രമുഖരുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ അനവധി ആളുകൾ ഈ മാവൂർ റോഡിലെ സ്മൃതിപഥം എന്ന ശ്മശാനത്തിൽ എത്തിയിട്ടുണ്ട്. ഒരാൾക്കൂട്ടം മുഴുവൻ, അല്ലെങ്കിൽ അക്ഷരങ്ങളാൽ അത്ഭുതം തീർത്ത ആ എഴുത്തുകാരൻ ഒരാൾക്കൂട്ടം മുഴുവനായും യാത്രാമൊഴിയേക്കുന്ന വികാരനിർഭരമായ വൈകാരികമായ മുഹൂർത്തം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിനോദ്, അവസാന ഘട്ട ചടങ്ങുകൾ ഏകദേശം പൂർത്തിയായി എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം. അവരുടേതായ ചില ചടങ്ങുകൾ ഉണ്ട്. അത്തരത്തിലുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനഘട്ട ചടങ്ങുകൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് ഇവിടെ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. എന്തായാലും മലയാള നാട് പ്രിയപ്പെട്ട എഴുത്തുകാരന് യാത്രാമൊഴി ചൊല്ലുകയാണ്. MD എന്ന അതുല്യ പ്രതിഭയ്ക്ക് അർഹമായ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സാംസ്കാരിക കേരളം അന്ത്യയാത്ര ചൊല്ലുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അന്ത്യയാത്രയുമായി ബന്ധപ്പെട്ട് അവസാന നിമിഷം അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരുന്നു, എഴുതി വെച്ചിരുന്നു. ആഗ്രഹം പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പൊതുദർശനം നടന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്തരത്തിൽ MD എന്ന സുഹൃതാക്ഷരം ഇനി കുറച്ച് നിമിഷങ്ങൾ കൂടി മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. അദ്ദേഹം സിതാരയിൽ നിന്ന് ഇറങ്ങി ഇനി ഒരിക്കലും മറക്കമില്ലാത്ത ഒരു യാത്രയിലേക്ക് പോകുന്നു. ബന്ധുമിത്രാദികളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹത്തിന് അരികിലുണ്ട്. ചടങ്ങുകളൊക്കെ തന്നെയും പൂർത്തീകരിക്കേണ്ടതുണ്ട്. ചടങ്ങുകൾ ഇപ്പോൾ തന്നെ കഴിയുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കാരശ്ശേരി മാഷൊക്കെ അദ്ദേഹത്തിന്റെ ഈ ചടങ്ങുകൾ നടത്തുന്നിടത്തുണ്ട്. കാരണം തുടക്കം മുതൽ തന്നെ കാരശ്ശേരി മാഷ് ആശുപത്രിയിലടക്കം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹവുമായി വൈകാരികമായി ഏറെ ബന്ധം കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിത്വം. അദ്ദേഹവും ഈ ചടങ്ങ് നടത്തുന്നതിനോടൊപ്പമുണ്ട്. നിരവധി ആളുകൾ, സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. സാധാരണക്കാരായ നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ അവസാന നോക്ക് കാണുവാൻ വേണ്ടി എത്തിയിരിക്കുന്നു. ഇവിടുത്തെ ആളുകളെയൊക്കെ തന്നെയും കുറച്ച് പുറകോട്ട് ക്രമീകരിക്കുന്ന സാഹചര്യവും നിലവിലുണ്ട്. കാരണം ഇനി ഈ ഭൗതിക ദേഹം ഈ ഗ്യാസ് ചേംബറിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിലേക്കാണ്. അവരുടെ ചടങ്ങുകളൊക്കെ തന്നെയും പൂർത്തിയായിട്ടുണ്ട്. മകൾ അശ്വതിയുണ്ട്. ചടങ്ങുകളൊക്കെ തന്നെയും പൂർത്തിയായിരിക്കുന്നു. ഇനി ഈ ഭൗതിക ദേഹം MD എന്ന പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഇനി ഉറങ്ങാൻ പോകുന്നത് ഇവിടെയാണ്. പക്ഷേ എഴുത്തുകാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് മരണമില്ല എന്നത് തന്നെയാണ്. കഥാപാത്രങ്ങളിലൂടെ അവർ ജീവിച്ചിരിക്കുന്നു. കഥാതന്തുക്കൾ വൈകാരികമായ ഒരു നിമിഷത്തിലേക്കുള്ള കടന്നുപോക്കാണ് നടക്കുന്നത്. ഈ ഭൗതിക ദേഹത്തെ വളം വയ്ക്കുന്ന ദേഹത്തിനരികിലേക്ക് ഇവരൊക്കെ തന്നെയും കുടുംബാംഗങ്ങൾ എത്തി നിൽക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാമുദായികപരമായ അവരുടെ ചടങ്ങാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത്തരത്തിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരന് യാത്രാമൊഴി നൽകുകയാണ് സാഹിത്യ ലോകം എന്ന് തന്നെ പറയാം. ഏതൊരു സാധാരണക്കാരൻ്റെയും കണ്ണുകൾ ഈറനണിയുന്ന വൈകാരികമായ ഒരു നിമിഷത്തിലേക്ക് തന്നെയാണ് വിനോദി നിമിഷങ്ങളൊക്കെ തന്നെയും കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ ഭൗതിക ദേഹത്തിന് ചുറ്റും ചന്ദനത്തിരി കൊണ്ട് കൊണ്ടുപോയി വളം വയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കുടുംബാംഗങ്ങളൊക്കെ തന്നെയും ചടങ്ങുകൾ നടത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ തന്നെയും ഏറെ ഇവിടെ കണ്ടു
കേൾക്കുന്ന ആളുകളെയൊക്കെ തന്നെയും ഈറനണിയിക്കുന്ന ഒന്ന് തന്നെയാണ് MT എന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഇനിയില്ല എന്നൊരു സത്യം. അത് വിശ്വസിക്കുവാൻ പോലും കഴിയാത്ത ഒരു ചിന്ത. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉമ്മറപ്പടിയിൽ ചാറുകസേരയിൽ കർക്കശനായ ഒരു വ്യക്തിയായി MT നിൽക്കുമ്പോഴും നിഷ്കളങ്കമായ ഒരു മനസ്സിനുടമയായിരുന്നു അദ്ദേഹം എന്ന് വൈകാരികമായ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് തന്നെയാണ് MTയെ തേടിയെത്തിയ ആളുകളൊക്കെ തന്നെയും വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് വ്യക്തമായ നിലപാടുകളുള്ള മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പൊന്നോമന പുത്രൻ പാലക്കാട്ടെ കൂടല്ലൂരിൽ നിന്നും അദ്ദേഹം എത്തിയത് പിന്നീട് കോഴിക്കോട്ടേക്കാണ്. ഇപ്പോൾ കുടുംബാംഗങ്ങളൊക്കെ തന്നെയും കാല് തൊട്ട് വണങ്ങുകയാണ്. അവസാനമായി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമുക്കറിയാം, ഏറെ കരളലിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ശിവദാസിലേക്ക് കൂടി എത്താം. ശിവദാസും അവിടെ ശ്മശാന ഭൂമിയിൽ നിന്ന് എത്തുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ ദിസ്ന സുരേഷ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം എഴുതി വച്ച ആ അക്ഷരങ്ങളിലൂടെ അദ്ദേഹം ഇനിയും ജീവിക്കും. MD എന്ന മനുഷ്യൻ മാത്രമാണ് ഇപ്പോൾ നമ്മിൽ നിന്നും വിട്ട് അകലുന്നത്. ഗോകുൽ കൂടി ചേരുന്നുണ്ട്. ഗോകുൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ MD എന്ന മനുഷ്യൻ, നമ്മൾക്കൊപ്പം നിന്ന ആ വലിയ മനുഷ്യൻ, ആ അക്ഷരങ്ങൾക്ക് കൃത്യതയോടെ അതിന് ജീവൻ പകർന്നു നൽകിയ ആ വലിയ മനുഷ്യൻ നമ്മുടെ കൂട്ടത്തിൽ ഒരാളായി നിന്നതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം നമ്മുടെ കൂട്ടത്തിൽ നിന്നും വിട്ടുപോകുന്നു. പക്ഷേ എങ്കിലും MD നമ്മളിലും മലയാളികളിലും കൊച്ചുകുട്ടികളിലും വായനക്കാരിലും ഒന്നടങ്കം അദ്ദേഹം ജീവിച്ച് നിൽക്കും, കത്തിജ്വലിച്ച് തന്നെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹം എഴുതി വെച്ച എത്രയോ പുസ്തകങ്ങൾ, എത്രയോ വാക്കുകൾ, എത്രയോ കഥകൾ, എത്രയോ സിനിമകൾ വീണ്ടും വീണ്ടും അത് നമ്മളിൽ MD എന്ന രണ്ടക്ഷരം ജ്വലിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗോകുൽ ചേരുന്നു. ഗോകുൽ, അന്ത്യകർമ്മങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. സാമുദായിക ചടങ്ങുകൾ അവിടെ പൂർത്തിയായി വരുന്നു. അല്പസമയത്തിനകം MD ഓർമ്മയിലേക്ക് കത്തിജ്വലിക്കും. ഗോകുൽ, നടക്കമില്ലാത്തൊരു യാത്രയ്ക്ക് MT വാസുദേവൻ നായർ ഒരുങ്ങി കഴിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് യാത്രയയക്കാനായി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കോഴിക്കോടിന്റെ സാഹിത്യ കേരളത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയാം. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ള ആളുകൾ MTയെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ അദ്ദേഹത്തിന് സിത്താരയിലെ വീട്ടിൽ നിന്നിറങ്ങി മാവൂറുമായി സംസ്ഥാനത്തേക്ക് എത്തുന്നതിനിടയ്ക്ക് ആയിരക്കണക്കിന് ആളുകൾ റോഡിന് ഇരുവശത്തു നിന്നും അദ്ദേഹത്തോടുള്ള സ്നേഹവാക്യങ്ങൾ പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ രാത്രി സിത്താരയിലേക്ക് എത്തിയത് മുതൽ ഇടം അറിയാതെയുള്ള ജനങ്ങളുടെ പ്രവാഹം നമ്മൾ കണ്ടതാണ്. MT എന്ന സാഹിത്യകാരൻ, MT എന്ന അത്ഭുത ജീവി എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അദ്ദേഹം ഈ നാടിനായി എഴുതി വെച്ചതിന്റെ ബാക്കിപത്രമായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ MT വേദനയെത്തി കിടക്കുമ്പോൾ അദ്ദേഹത്തോടുള്ള സ്നേഹമായി ആ സിത്താരയുള്ള വീട്ടിലേക്ക് പെയ്തിറങ്ങിയത് നമുക്ക് മനസ്സിലാക്കാൻ. കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലത്തെ അദ്ദേഹത്തിന്റെ സംഭാവന നമ്മുടെ സാഹിത്യ ലോകത്തിനായിട്ട്, സിനിമാ ലോകത്തിനായിട്ട്, കഥാലോകത്തിനായിട്ട് ഒരുപക്ഷെ കൈവശ മേഖലയിലുള്ള MT വാസുദേവൻ നായരുടെ പേര് MT എന്ന പേരിൽ പതിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം യാത്രയാവുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇനിയും എന്തെങ്കിലും എഴുതാൻ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ അദ്ദേഹം കഴിഞ്ഞ നാളുകൾ വിട്ട അത്ഭുതത്തെ കവച്ചു വെക്കുന്നതായിരിക്കാം. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചിരുന്നോ എന്നൊരാശങ്കയും സംശയവും മാത്രമാണ് നമുക്കുള്ളത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അദ്ദേഹം അവസാന നാളുകളിൽ മനസ്സിൽ കരുതി കൂട്ടിയിരുന്നെങ്കിൽ അത് സാഹിത്യ ലോകത്ത് അല്ലെങ്കിൽ സിനിമാ ലോകത്ത് എത്താതിരുന്നത് ഈ ലോകത്തിൽ ഏറ്റവും വലിയ നഷ്ടമായി തന്നെ വിലയിരുത്തപ്പെടാം. കാരണം MT വാസുദേവൻ നായർ എന്ന ആ മഹാമനുഷ്യൻ എഴുതി വെച്ചപ്പോൾ നമുക്കായി വിശേഷിപ്പിച്ചതിൽ കണ്ടുകഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുതന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്ന വീട്ടിലേക്ക് MT വാസുദേവൻ നായർ കഴിഞ്ഞ ഒരാഴ്ചക്കാലം കഴിഞ്ഞിരുന്ന ആശുപത്രിയിലേക്കുമുള്ള ജനങ്ങളുടെ പ്രവാഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രത്തോളം MTയുമായി ഈ മലയാളി സമൂഹം MTയുടെ മനസ്സുമായി ഇടചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഇടപഴകിയിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 7 പതിറ്റാണ്ട് മലയാളത്തിന്റെ സാഹിത്യ ലോകം കണ്ടത്, മലയാളത്തിന്റെ സിനിമാ ലോകം കണ്ടത്. പക്ഷെ എല്ലാം കൊല്ലാക്കി MT വാസുദേവൻ നായർ ഇല്ലാതെയാകുമ്പോൾ അത് തീരാ വേദനയും ദുഃഖവും തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇതിന് മാത്രമല്ല, ഒരു നഷ്ടം ഇനി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു നഷ്ടമാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. MTയുടെ കാലവും MTയുടെ മരണത്തിനുള്ള കാലവും എന്നുള്ള രീതിയിൽ സാഹിത്യ ലോകത്തെ മാറ്റി കുറിക്കുന്ന അല്ലെങ്കിൽ മാറ്റി എഴുതുന്ന ഒരു
ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ സിത്താരയിൽ എംപിയുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള സിത്താരയിൽ എത്തിച്ച അദ്ദേഹത്തിന്റെ ഭൗതികദേഹം മൃതദേഹം കാണുവാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ സെക്കൻഡും അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരുന്നത്. പ്രമുഖരടക്കം ആയിരങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. വൈകിട്ട് 3 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകളൊക്കെ ആരംഭിച്ചിരുന്നെങ്കിലും ആ സമയത്തും കാണമുറിയാതെയുള്ള ജനങ്ങളുടെ പ്രവാഹം സിത്താരയിലേക്ക് ഉണ്ടായിരുന്നു. അന്തേമാരായുള്ള മുഹമ്മദ് റിയാസിലേക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം അനുഗമിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. സാധാരണക്കാരായ ആളുകൾ വിരുദ്ധി നിന്നിറങ്ങി പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. കഥയെ സ്നേഹിക്കുന്ന, അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന, സാഹിത്യത്തെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എംപിയെ ഒരു നോക്ക് കാണുവാൻ, അവസാനമായി ഒരു നോക്ക് കാണുവാൻ കണ്ടുമടങ്ങിയത് പല സാഹിത്യത്തിലും കല്ലിലെ തുളച്ചു കൊള്ളുന്നതായിരുന്നു. സിത്താരയിലെ കാഴ്ചകൾ അത്തരത്തിലുള്ളതായിരുന്നു. കാരണം എത്രത്തോളം ഹൃദയത്തോടെ എം ടി വാസുദേവൻ നായർ വ്യക്തി വായനക്കാരോട് ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം എം ടി വാസുദേവൻ നായരുടെ വസതിയിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം പൊതുദർശനം വേണ്ട എന്ന പൊതുദർശനം ഒഴിവാക്കണമെന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോയപ്പോഴും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ കഴിഞ്ഞ 7.5 പതിറ്റാണ്ടുകൾ എം ടിയെ സന്തോഷം ലഭിച്ച് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയ അല്ലെങ്കിൽ സാഹിത്യ ലോകത്തേക്ക് എം ടിയെ അടുപ്പിച്ച അല്ലെങ്കിൽ സാഹിത്യ ലോകത്തേക്ക് ജനങ്ങളെ അടുപ്പിച്ച എം ടി വാസുദേവൻ നായർ എഴുന്നേറ്റ് കാണണമെന്ന ഈ ജനങ്ങളുടെ അഭിലാഷത്തിന് കുറച്ചു സമയമെങ്കിലും മാറ്റിവെക്കാനുള്ള കുടുംബത്തിന്റെ താല്പര്യം അല്ലെങ്കിൽ ആ വിട്ടുവീഴ്ച ഈ സിത്താരയിലേക്ക് ഒഴുകിയെത്തിയത് 10,000-കണക്കിന് ആളുകളായിരുന്നു. മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ രാത്രിക്ക് രാത്രി തന്നെ ആ വീട്ടിലെത്തുകയും എം ടി വാസുദേവൻ നായരുടെ മൃതദേഹത്തെ നോക്കി അദ്ദേഹത്തിന്റെ വീട്ടിലെ ചുമരിൽ ചാരി നിൽക്ക് കല്ലിടറിക്കൊണ്ട് ചാരി നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളായിരുന്നു അങ്ങോട്ടേക്ക് ഈ സിത്താരയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത്. ആ ഒഴുക്ക് മുഴുവൻ അവസാനിക്കുന്നില്ല. ഈ ദേഹം സംസ്കരിക്കാൻ ഇന്ത്യയിലേക്ക് എത്തുമ്പോഴും ഒരു നോക്ക് കാണുവാൻ, അവസാനമായി ഒരു നോക്ക് കാണുവാൻ അവസരം ലഭിക്കാത്ത ആളുകളിലേക്ക് കാഴ്ചകൾ നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ മൃതശരീരം ഇന്ത്യയിലേക്ക് എത്തുന്ന ആ ഒരു മുഹൂർത്തത്തിനാണ് ഇപ്പോൾ മാവൂർ റോഡിലുള്ള ഈ ശ്മശാനം ഇവിടെ നിൽക്കുന്ന ജനക്കൂട്ടം സാക്ഷിയായിരിക്കുന്നത്. എം ടി വാസുദേവൻ നായർ അഗ്നിയാവാൻ ഈ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. സാഹിത്യലോകം അത് ഏറ്റവും മതിയാവുകയുള്ളൂ. എം ടിയുള്ള ജീവൻ ഇല്ലാതായിരിക്കുന്നു. മണിക്കൂറുകൾ ആവാൻ പോകുമ്പോഴും എം ടി ബാക്കിയാക്കി വെച്ച അദ്ദേഹത്തിന്റെ രചനാ വൈഭവത്തിലൂടെ മികച്ച കൃതികളിൽ കൂടി അദ്ദേഹം ഈ കാലഘട്ടത്തോളം കാലം ലോകാവസാനം വരെയും മലയാളികളോളം കാലം അവശേഷിക്കുന്നു എന്നത് തർക്കമില്ല. പക്ഷേ വൃത്തിയില്ല എന്ന യാഥാർത്ഥ്യം സാഹിത്യ ലോകത്തിന് അങ്ങേയറ്റം വേദനയും വിഷമവും നൽകുന്നതാണ്. ഈ രചനാ മേഖലയ്ക്ക് അല്ലെങ്കിൽ അക്ഷര ലോകത്തിന് ഏറ്റവും വലിയ ഈ നൂറ്റാണ്ടിലുണ്ടാക്കിയിട്ടുള്ള ആ നഷ്ടം എം ടി വാസുദേവൻ നായരുടെ ഒരു വിയോഗമായി നിൽക്കാൻ 2024 ഏറ്റവും വലിയ നഷ്ടമായി എം ടി വാസുദേവൻ നായർ മലയാളത്തിൽ ഇരിക്കുന്നു. എല്ലാവരുടെയും പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് കഴിയുന്നതല്ലാത്ത സത്യങ്ങൾക്ക് എം ടി വാസുദേവൻ നായർ വിലോകമാസം ഒടുങ്ങിയിരിക്കുകയാണ്. മടങ്ങിവരവില്ലാത്ത ഒരു യാത്രയ്ക്ക് എം ടി വാസുദേവൻ നായർ ഒരുങ്ങുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ ഇനിയൊരു നോക്ക് കാണുവാൻ സാധിക്കുമോ എന്ന വിഷമത്തോടു കൂടി കൂടിയെത്തുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ, മലയാളത്തിൻ്റെ സാഹിത്യ ലോകത്തെ കാരണവർ വിട പറയുന്ന നിമിഷത്തിലൂടെയാണ് ഈ കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്കാര കർമ്മം അവിടെ നടന്നു വരുന്നു. അല്പസമയത്തിനകം അത് മാവൂർ റോഡിലെ ഗ്യാസ് ക്രിമിറ്റോറിയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അങ്ങോട്ടേക്ക് എടുത്ത് വെക്കും. പിന്നീട് ആ ഗ്യാസ് ക്രിമിറ്റോറിയത്തിലാണ് സംസ്കാരം നടക്കുന്നത്. നമുക്കറിയാം, എല്ലാ കാലത്തും മലയാളത്തിൽ തലയെടുപ്പോടെ നിന്ന കഥാകാരനായിരുന്നു എം ടി വാസുദേവൻ നായർ. വിശ്വസാഹിത്യത്തിൽ മലയാളത്തെ സാക്ഷ്യപ്പെടുത്തിയ ജ്ഞാനപീഠ ജേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കഥകൾ എത്രയോ സിനിമകളായി, ചലച്ചിത്രങ്ങളായി സാധാരണക്കാരിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എം ടി എന്നുള്ള 2 അക്ഷരം ഏതാണ്ട് 7 പതിറ്റാണ്ട് കാലം മലയാളികൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അത് കഥയിലൂടെ ആവാം, നോവലിലൂടെ ആവാം, സിനിമയിലൂടെയാകാം, സാഹിത്യ ലോകത്തെ ചർച്ചകളിലൂടെയാകാം. ഒക്കെ
MD മുന്നോട്ട് വെച്ച പുതിയ പുതിയ കണ്ടെത്തലുകൾ, സാഹിത്യ ലോകത്തെ പുതിയ വഴികൾ, അതിലൂടെയൊക്കെയാണ് പിന്നീടുള്ളവർ സഞ്ചരിച്ചതും അദ്ദേഹം വെട്ടിത്തെളിച്ച പാതയിലൂടെയാണ് പിന്നീട് പുതുവഴികൾ സൃഷ്ടിക്കപ്പെട്ടതും. അത്തരത്തിലുള്ള പുത്തൻ ചിന്താധാരകൾ സാഹിത്യ ലോകത്ത് സംഭാവന ചെയ്ത വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. രണ്ടാം ഊഴത്തിലൂടെ ഭീമസേനൻ എന്ന് പറയുന്ന പഞ്ചപാണ്ഡവരിലെ കഥാപാത്രത്തെ ഇത്രമാത്രം ശക്തിമത്തായി പൗരാണിക ലോകത്ത് അവതരിപ്പിക്കാൻ കഴിഞ്ഞ സാഹിത്യ ലോകത്തെ തലതൊട്ടപ്പൻ കൂടിയായിരുന്നു MD എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ രണ്ടാം ഊഴം എന്നുള്ള സിനിമ ചലച്ചിത്രമായി കാണണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ആഗ്രഹം. പക്ഷേ അത് സാധിക്കാതെ വന്നു. ഹരിഹരൻ എന്ന് പറയുന്ന സംവിധായകനുമായിട്ട് ചേർന്നാണ് അദ്ദേഹം ചരിത്ര സിനിമകളും അതേപോലെ തന്നെ സമാനമായ ചരിത്രപരമായ സിനിമകളെല്ലാം അദ്ദേഹം സൃഷ്ടിച്ചത് ഹരിഹരൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സംവിധായകനൊപ്പമായിരുന്നു. ഹരിഹരന് ഒപ്പം ചേർന്ന് രണ്ടാം ഊഴം സിനിമയാകും എന്നുള്ള ചർച്ചകളൊക്കെ നടന്നെങ്കിലും അത് പൂർത്തിയാക്കാൻ കഴിയാതെയാണ് അദ്ദേഹം യാത്രയാവുന്നത് എന്ന് പറയാം. നാളെ ഒരിക്കലും അത് സിനിമയായിക്കൂടാ എന്നില്ല. അവിടെയും MDയുടെ ആ കഥാതന്തു അത് എത്രമാത്രം ദുഷ്കരമാണ്, ഒരു ചലച്ചിത്രമായി അവതരിപ്പിക്കുന്നതിൽ എത്രമാത്രം ദുഷ്കരമാണ് എന്ന് കൃത്യമായി സമൂഹത്തിലെ ചലച്ചിത്രകാരന്മാർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ ഇത്രയും വൈകുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അതുമാത്രമല്ല, അദ്ദേഹം സൃഷ്ടിച്ച വടക്കൻ വീരഗാഥ അടക്കമുള്ള സിനിമകൾ എത്രയോ സന്ദേശം അദ്ദേഹം പകർന്നു നൽകി. മഹാഭാരതത്തിൽ ഒരു ചെറിയ കഥയായിട്ടുള്ള വൈശാലി എന്നുള്ള ആ കഥാപാത്രത്തിലൂടെ മലയാളികൾക്ക് കാഴ്ചയുടെ വസന്തം തന്നെ ആ സിനിമയിലൂടെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ തിരക്കഥയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ പെരുന്തച്ഛനിലൂടെ തിലകൻ എന്ന് പറയുന്ന മഹാനടൻ്റെ അഭിനയ പ്രതിഭ അപ്പാടെ സമ്പൂർണമായി മലയാളികൾക്ക് വിളമ്പി നൽകാൻ MDയുടെ തിരക്കഥയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തൻ്റെ 91ാമത്തെ വയസ്സിൽ അദ്ദേഹം നമ്മിൽ നിന്നും വിട പറയുന്നു.